ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2321. ഇന്ന് മെയ് മാസം 9-ാം തീയതി, 129-ാമത്തെ ദിവസത്തിലെത്തി. പത്രോസിനെ പോലെ, അല്ലെങ്കിൽ യേശു പറഞ്ഞ മനോഹരമായ കഥയിലെ ധൂർത്തപുത്രന്റെ കഥയിലെ ഇളയ മകനെ പോലെ ഏതെങ്കിലും ഒരു ജീവിത മുഹൂർത്തത്തിൽ സ്നേഹത്തെക്കുറിച്ചൊരു സുബോധം ഉണ്ടാവും ഏതൊരാളിലും. അതിലേക്ക്, ആ സുബോധത്തിലേക്ക് ഉയർന്ന ഒരാൾക്ക് പിന്നീട് എന്താ ചെയ്യാനായിട്ടുണ്ടാവുക? എന്താണ് അയാൾ തീർച്ചയായും ചെയ്തിരിക്കുക? സ്വന്തം സ്നേഹത്തെ പുനഃപരിശോധിക്കുക എന്നുള്ളതാണ്. ഒന്നും കൂടി പരിശോധിക്കുക എന്നുള്ളതാണ്. എന്തുമാത്രം ശാഠ്യങ്ങളായിരുന്നു ഉള്ളില്. ഈ ശാഠ്യങ്ങള് ശരിക്കും സ്നേഹമായിരുന്നു. എന്തുമാത്രം പരാതികളായിരുന്നു. ഇപ്പോഴുമുള്ള ഈ പരാതികൾ ശരിക്കും സ്നേഹമായിരുന്നു. എന്തുമാത്രമായിരുന്നു മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയത്. ഈ കുറ്റപ്പെടുത്തലുകളും സ്നേഹമായിരുന്നു. കൊടിയ പൊസസീവ്നെസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയായിരുന്നു ശരിക്കും സ്നേഹം. ഏതൊരാളെ പോലെ ഞാനും ഇന്ന് വല്ലാതെ സംശയിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു സ്നേഹം. വീണ്ടും ഒരിക്കൽ കൂടി ആ ചോദ്യം മുഴങ്ങുന്നുണ്ട്. യേശുവിൽ നിന്നാണ്. യൗനാടപുത്രനായ ശമോവനെ, നീ എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്നുവോ? സ്നേഹത്തെ ഒന്നും കൂടി പുനഃപരിശോധിക്കേണ്ട സാഹചര്യത്തിലേക്ക് ആ ശ്രേഷ്ഠനായ പത്രോസും എത്തുകയാണ്. ശരിയാണ്, 3 വട്ടം തള്ളിപ്പറഞ്ഞതൊക്കെ ഓർമ്മയിൽ കനലുപോലെ പൊള്ളിക്കുന്നുണ്ട്. യേശുപതി അവന്റെ സുബോധത്തെ ഉണർത്തുകയാണ്. നീ ഏറ്റവും അധികം എന്നെ സ്നേഹിക്കുന്നു. ഉപകർത്താവ് എന്ന് പറയാനായിട്ട് അയാൾക്കൊട്ടും സംശയമില്ല. കള്ളമല്ല അയാൾ പറഞ്ഞത്. രണ്ടാമത് ആവർത്തിക്കുമ്പോൾ, ചോദ്യം ആവർത്തിക്കുമ്പോൾ അയാളൊന്ന് പരുകുന്നുണ്ട്. എന്നിട്ടും അയാൾ ഉറപ്പോടെ പറഞ്ഞു, ഉപകർത്താവേ, ഞാൻ നിന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്നു. മൂന്നാമത് ചോദിക്കുമ്പോൾ അയാൾ വലിയ വായിൽ നിലവിളിക്കുകയാണ്. ഉപകർത്താവ് എന്ന് പറയുന്നതിനേക്കാളും അയാൾ പറയുന്നത്, നീ എല്ലാം അറിയുന്നുണ്ടല്ലോ എന്നാണ്. നീ എല്ലാം അറിയുന്നുണ്ട്. എൻ്റെ ഉറപ്പിനെയും ഞാൻ ഉലഞ്ഞുപോയ നേരത്തെയും എന്നിലെ പ്രത്യാശയും എന്നിലെ നിരാശയും എല്ലാം നീ അറിയുന്നുണ്ട്. ഒരു നിമിഷമെങ്കിലും സ്വന്തം സ്നേഹ ജീവിതത്തെ തിരിഞ്ഞു നോക്കുന്ന ഒരാൾക്ക് ഈ പത്രോസിനെ പോലെ നിലവിളിക്കാനായിട്ട് പറ്റണ്ടേ? ഇതായിരുന്നില്ല സ്നേഹമെന്നൊരു തിരിച്ചറിവിലേക്ക് പലരും എത്തുകയാണ്. ഈ ശാഠ്യങ്ങൾ, പരാതികൾ, കുറ്റപ്പെടുത്തലുകൾ, കൊടിയ പൊസസീവ്നെസ്, ഇതൊക്കെ ആയിരുന്നു സ്നേഹം. ഇതൊന്നും ആയിരുന്നില്ല എന്ന് പതിയെ ഓരോരുത്തരും തിരിച്ചറിയുക. ഇന്നതാണ് സ്നേഹം എന്ന് പറയുന്നതിനേക്കാളും എളുപ്പം ഇന്നതാണ് ദൈവം എന്ന് പറയുന്നതിനേക്കാൾ ഇന്നതൊന്നും അല്ല എന്ന് പറയുന്നതായിരിക്കും എളുപ്പം. ഇതല്ല സ്നേഹം. അങ്ങനെ ഒരാൾ പതിയെ ധൈര്യവാനാവുകയാണ്. അതാണ് അയാൾ പുലർത്തുന്ന ഒരു വലിയ നീതിബോധം. യേശു സന്നിധിയിൽ നമുക്ക് ഈ നീതിബോധത്തിനായിട്ട്, ഈ സ്നേഹത്തിലേക്ക് എത്താനായിട്ട് പ്രാർത്ഥിക്കാം. ആമേൻ.